ഓപ്പറേഷൻ തുഫാൻ നർക്കോ ഹണ്ട് വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം കേരള പോലീസ് ആഗ്രഹിക്കുന്നു. ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു ദൗത്യം അത് ഓപ്പറേഷൻ തുഫാനാണ്. ലഹരി റാക്കറ്റുകൾ നമ്മുടെ സ്കൂൾ കുട്ടികളെ പോലും ഇരകളാക്കി മാറ്റുന്നു എന്ന ആശങ്ക നമ്മുടെ സമൂഹത്തിൽ വ്യാപിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. എക്സൈസിന്റെയും പോലീസിന്റെയും ഒക്കെ പല ദൗത്യങ്ങൾ ഉണ്ടായിട്ടും ലഹരി റാക്കറ്റുകൾ ഇല്ലായ്മ ചെയ്യാൻ നമുക്കായിട്ടില്ല. അത് പ്രയാസമാണ് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഓപ്പറേഷൻ തുഫാൻ അതിനായുള്ള ഒരു വലിയ ദൗത്യം തന്നെയാണ്. എല്ലാ ജില്ലകളിലും പഴുതടച്ച ഓപ്പറേഷനുകളിലൂടെ ലഹരി സംഘങ്ങളെ കൂട്ടാൻ ശ്രമിക്കുകയാണ് പോലീസ്. പൊതുസമൂഹവും ഈ ദൗത്യത്തോട് സഹകരിക്കണമെന്ന് ഇന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആവർത്തിച്ചു പറഞ്ഞു. കേരളത്തിലെ ഒരു സ്കൂളിന്റെ മുമ്പിലും ഒരു കോളേജിന്റെ മുമ്പിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മുന്നിലും പുകയില ഉൽപ്പന്നങ്ങളോ നിരോധിത മയക്കുമരുന്നുകളോ വിൽക്കാൻ പാടില്ല. പ്രത്യേകിച്ചും ഇത് പറയാനുള്ള കാരണം നമ്മുടെ ചെറുപ്പക്കാരെ വിദ്യാർത്ഥികളെ ചുറ്റിപ്പറ്റിയാണ് ഇത്തരം വ്യാപാരങ്ങൾ നടത്താൻ ഈ അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ജൂൺ 2-നാണ് ഓപ്പറേഷൻ തുഫാൻ തുടങ്ങിയത്. ഇതുവരെ 728 കേസുകളായി 795 പേരെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ഇതിൽ അന്താരാഷ്ട്ര ലഹരി റാക്കറ്റുകളിൽപ്പെട്ട വിദേശികൾ അടക്കമുണ്ട്. 60 ലക്ഷം രൂപ വില മതിക്കുന്ന ലഹരി വസ്തുക്കളും പിടിച്ചു. പ്രിയതാരം മമ്മൂട്ടിയുടെ ഒരു പ്രത്യേക സംഘം ഈ വലിയ ദൗത്യത്തിന് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. നടൻ ഉണ്ണി മുകുന്ദൻ അടക്കമുള്ളവരും ഈ വലിയ സാമൂഹിക ദൗത്യത്തിൽ പങ്കാളികളാകും. ആവർത്തിച്ചു പറയട്ടെ, ലഹരിക്കെതിരായ പോരാട്ടം പോലീസും എക്സൈസും മാത്രം ചേർന്ന് നടത്തേണ്ടതല്ല. അതിന് സമൂഹത്തിലെ എല്ലാ മനുഷ്യരിൽ നിന്നുമുള്ള പിന്തുണ അനിവാര്യമാണ്. കേരളത്തിലെ ഏത് കോണിലും ലഹരി വസ്തുക്കൾ ഇന്ന് ലഭ്യമാണ്. നമ്മുടെ സ്കൂൾ കുട്ടികൾ പോലും ആ വലയത്തിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം. സമൂഹത്തിലെ മെച്ചപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും ലഹരിക്ക് അടിമപ്പെട്ടവരും. കുടുംബ ബന്ധങ്ങളെ തകർത്ത് സമൂഹത്തിന്റെ ആകെ സമാധാനവും സുരക്ഷിതത്വവും ഒക്കെ നശിപ്പിച്ച് ഭീതി പടർത്തുന്ന ലഹരി മാഫിയകളുടെ വേരറുത്തേ മതിയാകും. സ്വയം നശിക്കാൻ വേണ്ടി ചിലർ മാത്രം തിരഞ്ഞെടുക്കുന്ന വഴിയാണ് ലഹരി. സ്വന്തം കുടുംബത്തെയോ ഭാവിയെ കുറിച്ചോ ചിന്തിക്കുന്ന ഒരാൾക്കും ഈ ലഹരിയുടെ വഴി തിരഞ്ഞെടുക്കാനാകില്ല. അച്ഛനമ്മമാരുടെ കണ്ണീര് വീഴ്ത്താനും സമൂഹത്തിന് നാശമുണ്ടാക്കാനും മാത്രമേ ഈ ലഹരി ഉപകരിക്കൂ. വഴിപഴപ്പിക്കുന്ന കൂട്ടുകെട്ടുകൾ നാം തിരിച്ചറിയണം. വീടിനും നാടിനും ഉപകാരപ്പെടുന്ന പൗരന്മാരായി വളരാൻ നമുക്ക് കഴിയണം. വിദ്യാഭ്യാസത്തിന് ലഭിക്കുന്ന അറിവ് മാത്രമല്ല, അതിനപ്പുറമുള്ള ഒരു തിരിച്ചറിവ് കൂടി നൽകാൻ രക്ഷിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നിയമപാലകരോടൊപ്പം ജനങ്ങളോടൊപ്പം നമ്മളും അണിചേരണം. കാരണം നമ്മളും യോദ്ധാക്കളാണ്. അതിനായി ഓപ്പറേഷൻ തുഫാൻ ഒരു ജനകീയ ദൗത്യമാണ്.